എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ നിഫ്റ്റി പ്രഡിക്റ്റ് ചെയ്ത എല്ലാ ലെവലുകളും കൃത്യമായിരുന്നു. 90% നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത എല്ലാ ലെവലുകളും ഇന്നലെ നമ്മൾ പറഞ്ഞു 23,100 മാർക്കറ്റ് എത്തുമെന്നും അവിടെ നിന്നൊരു സെൽ ഓഫ് നടക്കുമെന്നും ഇന്നലെ അവസാന നിമിഷം നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാവരും സൂക്ഷിക്കണമെന്നും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചു. പറഞ്ഞ ലെവലുകളിലൊക്കെ നിഫ്റ്റി വന്നു, വീണ്ടും തിരിച്ചിറങ്ങി പോകുന്നൊരു അവസ്ഥ നമ്മൾ കണ്ടു. ഇന്ന് 225 പോയിൻ്റ് നിഫ്റ്റിയിൽ, ഏതാണ്ട് 225ഓളം പോയിൻ്റ് നിഫ്റ്റി മുകളിലേക്ക് വരികയും പിന്നെ അതിനുശേഷം താഴോട്ടിറങ്ങി 128 പോയിൻ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസെക്സും ഏതാണ്ട് നല്ലൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഏതാണ്ട് 535 പോയിൻ്റോളം ഇന്ന് സെൻസെക്സിൽ മുന്നേറ്റമുണ്ട് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഇന്നാണ് അമേരിക്കയിലെ FOMC മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ ഉണ്ടാവുക. അതിനനുസരിച്ച് ഇന്ത്യൻ മാർക്കറ്റും റിയാക്ട് ചെയ്യുന്നതാണ്. അതും എല്ലാവരും ശ്രദ്ധയിലുണ്ടാവേണ്ടതാണ്. പിന്നെ അമേരിക്കയിലെ സെക്ടറുകൾ, AI സെക്ടറുകൾ, IT സെക്ടറുകളെല്ലാം തന്നെ ലോകവ്യാപകമായി ചൈന, അമേരിക്ക, അതുപോലെ തന്നെ ജപ്പാൻ എന്നിവിടങ്ങളിലെ AI സെക്ടറുകൾ, AI കമ്പനികളിലെല്ലാം തന്നെ നല്ലൊരു ഫാളിങ് ഇന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യൻ്റെ സെക്ടറൽ മൂവേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ IT മേഖല കാര്യമായിട്ട് ഒരു മൂവിങ് ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഏതാണ്ട് എല്ലാ കമ്പനികളും തന്നെ ഒരു ഫാളിങ് ആണെന്ന് നമുക്ക് മാർക്കറ്റ് കണ്ടത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നാളെയും മറ്റന്നാളും ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്നതായിട്ട് മന്ത്ലി എക്സ്പയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 1-ാം തീയതിയാണ് ഇന്ത്യയുടെ ബജറ്റ് അവതരണം നടക്കുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ. അതും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, നാളത്തെ നിഫ്റ്റിയുടെ പ്രഡിക്ഷനാണ്. എങ്ങനെയാണ് നിഫ്റ്റി നാളെ പ്രവർത്തിക്കുക എന്നുള്ളതും അതിൻ്റെ പ്രഡിക്ഷനാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അത് ചെക്ക് ചെയ്യാം. നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ സപ്പോർട്ടിംഗ് ലെവൽ വരുന്നത് 23,000 ആണ്. 23,000 ഇവിടെ വരെ നിഫ്റ്റി വരും. അത് കഴിഞ്ഞിട്ടും നിഫ്റ്റി മേലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ടിംഗ് ലെവലുള്ളത് നമുക്ക് 23,150 23,150 വരെ നിഫ്റ്റി വന്നിട്ട് നല്ലൊരു ഫാളിങ് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കുക. നല്ലൊരു ഫാളിങ് തന്നെ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റിയിൽ. പിന്നെ സെൻസെക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സെൻസെക്സിലും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. 75,400 നമ്മുടെ പോയിൻ്റ്. അത് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ 75,400 നിന്ന് വന്നിട്ട് 76,600 വരെ 76 വരെ പോകാൻ സാധ്യതയുണ്ട്, 76,000 വരെ. എന്നിട്ട് അവിടെ നിന്നൊരു ഡൗൺ ഫാളിങ്ങോ അതല്ലെങ്കിൽ അതിനെയും കവർ ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 76,400 വരെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്കൊരു ഫാളിങ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിലെയും സെൻസെക്സിലെയും നാളത്തെ നമ്മുടെ പ്രഡിക്ഷനാണ്. പിന്നെ നാളെയും മറ്റന്നാളുമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, മന്ത്ലി എക്സ്പയറാണ് സംഭവിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല,
പിന്നെ FOMC മീറ്റിംഗ് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സെക്ടറുകളെല്ലാം ഡൗൺ ആവുകയോ ഒന്നെങ്കിൽ അപ്പ് ആവുകയോ അതിൻ്റെ തീരുമാനങ്ങളനുസരിച്ച് മാറും. പിന്നെ ഇന്ത്യയിൽ ബജറ്റ് അവതരണം നടക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. നല്ലൊരു മൂവിങ് ഉണ്ടാവാനാണ് നാളെ സാധ്യത. വോളറ്റിലിറ്റി നല്ലോണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മാർക്കറ്റ് മുകളിലേക്കാണെങ്കിലും താഴോട്ടാണെങ്കിലും നല്ലൊരു ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ.